തിരുവിതാംകൂറിന്റെ നെറുകയിൽ ആറ്റിങ്ങലിൽ ഒരു ചെറിയ സ്വപ്നമായി മൈസെൽഫ് ഫാഷൻസ് എന്ന പേരിൽ ആരംഭിച്ച സ്വയംവര സിൽക്സ് നീണ്ട 30 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. കേരളത്തിലുടനീളം ഷോറൂമുകൾ തുടങ്ങുവാനും അറിയപ്പെടുന്ന ഏറ്റവും മികച്ച ബ്രാൻഡുകളിൽ ഒന്നായി ഉയരുവാനും കഴിഞ്ഞിട്ടുണ്ട് സ്വയംവരയ്ക്ക്. ആറ്റിങ്ങൽ, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, കൊച്ചി, കൊടുങ്ങല്ലൂർ, കൊണ്ടോട്ടി, കോഴിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിലായി വിജയഗാഥ തുടരുകയാണ് സ്വയംവര സിൽക്സ്. സ്വയംവര സിൽക്സിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് ഒപ്പം 30 എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സാമൂഹ്യ സേവന പരിപാടികളുടെയും കലാസാംസ്കാരിക പ്രോഗ്രാമുകളുടെയും ഔപചാരിക ഉദ്ഘാടനം നടന്നു. ആറ്റിങ്ങൽ സൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ആറ്റിങ്ങൽ MLA OS അംബിക നിർവഹിച്ചു. തുടങ്ങി 2025 ആയപ്പോൾ 9 പര സ്ഥാപനങ്ങൾ ഉടമയായി നിൽക്കുന്ന ഈ സ്വയംവര എന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസ അർപ്പിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് പറയുവാനുള്ളത്, ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനത്തിൽ സ്ത്രീ സഹോദരിമാരെയാണ് കൂടുതൽ തൊഴിൽ കൊടുത്തുകൊണ്ട് അവരുടെ കുടുംബത്തെ സംരക്ഷിച്ചു പോരുന്ന സ്വയംവരയ്ക്കും ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമായി പ്രഖ്യാപിച്ചു നിർത്തുന്നു. ചലച്ചിത്ര താരങ്ങളായ ചിപ്പിയും പ്രൊഡ്യൂസർ രഞ്ജിത്തും ചേർന്ന് കേക്ക് മുറിച്ച് പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഇന്ന് സ്വയംവര സിൽക്സിൻ്റെ 30ാം വർഷം ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. 30 വർഷം ഒരു സ്ഥാപനം കൊണ്ടുപോകുമ്പോൾ അതിന് കൂടെ നിന്ന് ഒരുപാട് പേരുണ്ടാവും. സ്റ്റാഫ് നേരത്തെ പറഞ്ഞ പോലെ തുടക്കം മുതലുള്ള സ്റ്റാഫ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കും സ്നേഹവും ഒക്കെയാണ് ഈ 30 വർഷം വരെ സ്വയംവര എത്തിയിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും സ്വയംവര സിൽക്സ് ഉള്ള അതിൻ്റെ ഭാഗമായി എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും ഇനിയും ഒരുപാട് വർഷം നന്നായിട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഒരു 30 കൊല്ലമായി ഒരു ബിസിനസ് എന്ന് പറയുന്നത്, ഒരു ടെക്സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് വർഷങ്ങളോളം കൊണ്ട് നടന്ന് ഇത്ര വലിയ ഒരു പ്രസ്ഥാനമായി മാറ്റുക എന്ന് പറയുന്നത് ചില്ലറ പ്രയത്നമല്ല അതിൻ്റെ പുറകിൽ. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും അഹോരാത്രം പണിപ്പെടുന്ന സെഞ്ചുറി ചേർന്ന് വളരെ അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ എനിക്കൊരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഈ തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്വയംവര സിൽക്സുമായിട്ട് ചേർന്നിട്ടായിരുന്നു അതിൻ്റെ കേരളം മുഴുവൻ പരസ്യം ചെയ്തിരുന്നത്. എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം കൂടെ നിന്നിട്ടുള്ള ഒരു ഫാമിലിയാണ് സെഞ്ചുറി കുട്ടികളുടെ ഫാമിലി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷനിൽ വരികയും സ്വയംവരയുടെ ഇത്രയും വലിയ ഒരു വിജയം 30 വർഷം എന്ന് പറയുമ്പോൾ ആഘോഷിക്കുമ്പോൾ അവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുവാൻ സാധിച്ചതിൽ സന്തോഷം. ചലച്ചിത്ര താരങ്ങളായ അമൃതവർഷിണി, മോനിഷ, നയൻതാര, അഭിഷേക് ഉദയകുമാർ, അനീഷ് രവി, ലക്ഷ്മി കീർത്തന തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യവും ഉണ്ടായിരുന്നു. നിങ്ങൾ നൽകിയ കരുതലും തുടർന്നും ഉണ്ടാകുമെന്നും അറിയാം. നിങ്ങൾ ഓരോരുത്തരോടുമുള്ള കടമയും കടപ്പാടുകളും ഓരോ വാക്കിലോ നന്ദി പറച്ചിലോ ഒതുക്കുവാൻ സാധിക്കുന്നതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് എ ബിഗിനർ ഇത്രയും വലിയൊരു ബ്രാൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഐ വിഷ് ഇത് ഇനിയും ഗ്രേറ്റ് ഹൈറ്റ്സിൽ പോകട്ടെ എന്ന്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് ദിസ് ആൻഡ് ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് സ്വയംവര സിൽക്സ്. പിന്നെ ഈ ഓപ്പർച്യൂണിറ്റി കാരണം തന്നെയാണ് എനിക്കിപ്പോൾ രഞ്ജിത്ത് സാറിനെ ചുറ്റുപാടിനെ കാണാൻ പറ്റിയത്. പിന്നെയും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അൻപു തൂകും ഒരുവൻ അംസമാന തരുണൻ അവതരിച്ച മുരുകൻ ഷൺമുഖൻ.
അസുര തലമറകിൻ തുള്ളാട്ടം. ഒപ്പം 30 എന്ന് പറഞ്ഞ സ്വയംവരയുടെ കൂടെ ഒപ്പം തന്നെ ഉണ്ടാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് വർഷം ആഘോഷിക്കാൻ സാധിക്കട്ടെ. അതിൻ്റെ ഭാഗമാവാൻ എനിക്കും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. ചടങ്ങിൽ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു, പി ഉണ്ണികൃഷ്ണൻ, അവനവഞ്ചേരി രാജു, പൂജ ഇക്ബാൽ, എം പ്രദീപ്, തോട്ടക്കാട് ശശി, ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ, രാജേഷ് മാധവൻ, ആർ ശങ്കർ, വിഷ്ണു ഭക്തൻ, സ്വയംവര സിൽക്സ് MD അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി, അബിത ശങ്കരൻകുട്ടി, ജനറൽ മാനേജർ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. 30 വർഷം തിലകക്കൂടിയായിട്ടാണ് നമ്മുടെ സ്വയംവര. സ്വയംവരയുടെ തുടക്കം ശങ്കരൻകുട്ടിയുടെ പിതാവാണ്. അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം വരില്ല എന്നാണ് ശങ്കരൻകുട്ടി പറഞ്ഞത്. അദ്ദേഹം ഒരു ട്യൂട്ടോറിയലാണ്, യൂണിവേഴ്സൽ അക്കാഡമി, വളരെ പ്രശസ്തമായൊരു ട്യൂട്ടോറിയൽ. അദ്ദേഹം പഠിപ്പിക്കാത്ത വിദ്യാർത്ഥികൾ വളരെ കുറവാണ് ആറ്റെങ്കിലും സുന്ദര പ്രദേശങ്ങൾ, അല്ലേ? എന്നെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല അടിയിൽ നിന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹമാണ് ഇതിൻ്റെ തുടക്കം. ഈ ആദ്യം വിദ്യാഭ്യാസ സ്ഥലം, കാലം മാറി മറ്റതിനനുസരിച്ച മാറ്റങ്ങൾ, ബിസിനസ്സിലേക്ക് മക്കളെ കൃത്യമായും ഇപ്പോൾ ടെക്സ്റ്റൈലാണ് പ്രധാന ഇടം, പിന്നെ IT വ്യവസായമുണ്ട്. അപ്പം മറ്റു ചില വ്യവസായങ്ങളിലേക്ക് മക്കളെ കൈ പിടിച്ചുയർത്തിയ ഉത്തമനായ പിതാവാണ് ശങ്കരൻകുട്ടിയുടെ അച്ഛൻ രാജശേഖരൻ നായർ സാർ. സ്വയംവരയുടെ ആറ്റിങ്ങിൽ നടന്നിട്ടുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ, ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. നമ്മുടെ നാട്ടിൽ ചെറിയ ഒരു സംരംഭം ആരംഭിച്ച് അത് ഇന്ന് കാണുന്ന വലിയ കേരളത്തിൽ അറിയപ്പെടുന്ന സംരംഭമായി വളരുവാൻ കഴിഞ്ഞതിന് മുന്നിൽ ശങ്കരൻകുട്ടിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അക്ഷീണമായിട്ടുള്ള പരിശ്രമം കൊണ്ട് ആറ്റിങ്ങൽക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥാപനമായി സ്വയംവര മാറിയിട്ടുണ്ട്. നമ്മൾ മറ്റു സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ, കേരളത്തിൽ പലപ്പോഴും പലയിടത്തും സഞ്ചരിക്കേണ്ടി വരുമ്പോൾ സ്വയംവര കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അത് നമുക്ക് നൽകിയത് രാജശേഖര സാറും കുടുംബവുമാണ്. യൂണിവേഴ്സൽ അക്കാഡമിയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ തുടങ്ങിയ ആത്മബന്ധം, അതിനുശേഷം നിരവധി കാര്യങ്ങളിലൂടെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം. നിശബ്ദമായി വളർന്ന ഒരു സ്ഥാപനമാണ് സ്വയംവര. ശങ്കരൻകുട്ടിയെ സംബന്ധിച്ച് പല വേദികളിലും ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. ഒരു ബഹളപ്പാടില്ലാതെ നിശബ്ദമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ദുബായിൽ വെച്ച് അദ്ദേഹം ഒരു ബറ്റാലിയൻ ആൾക്കാരുമായിട്ട് നടന്നു പോകുന്നത് കണ്ടു. ഞാൻ തന്നെ അതിശയിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 10-30 ആൾക്കാരിങ്ങനെ കൂടെ പോകുന്നു. അപ്പം ഞാൻ ശങ്കരൻകുട്ടിയോട് ചോദിച്ചു, ഇതൊക്കെ ആരാ? ഇതെല്ലാം ഞങ്ങളുടെ സ്റ്റാഫുകളാണ്. ഇതേപോലെ ഞാൻ എല്ലാ വർഷവും കുറേശ്ശെ ആൾക്കാരെ എല്ലാ പ്രദേശങ്ങളും കൊണ്ട് കാണിക്കുമെന്നാണ് പറയുന്നത്. ഈ 30 വർഷം പറയുമ്പോൾ അതിനു മുന്നേ നമ്മുടെ ടൗണിലെ ഒരു സാധാരണ പയ്യനായ ശങ്കരൻകുട്ടി, അത് വലിയ ആഡംബരങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ചെറുപ്പക്കാരൻ, സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരൻ. കുറച്ച് കഴിഞ്ഞ് സ്വയംവര വലിയൊരു സംവിധാനത്തിലേക്ക് വന്നു. അപ്പോഴും ഒരു മുതലാളി എന്നുള്ള ഒരു ജാടകളൊന്നും ഇല്ലാതെ ഒരു സാധാരണക്കാരനായിട്ട് ശങ്കരൻകുട്ടി. ഇപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും ഓരോ ഷോറൂമുകൾ, ഇപ്പോഴാണ് അറിയുന്നത് 9 ഷോറൂമുകൾ, 9 ജില്ലകളിലായിട്ട് 9 ഷോറൂമുകൾ. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു കഴിവ് തന്നെയാണ്. കാര്യം നമുക്ക് സ്വയംവര ആറ്റിങ്ങിലേക്ക് ചെല്ലുമ്പോൾ ഒരു തുണി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ, അപ്പം കൊണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അത് അപ്പുറത്തുണ്ട് എന്നല്ല പറയുന്നത്, ആ സ്റ്റാഫ് ആ ആളിനെ കൊണ്ട് ആ സ്ഥലത്ത് പോയി അത് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഒരു വീട്ടിലെ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിലാണ് ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാവശ്യം അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടേക്ക് ചെല്ലുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം.
നമ്മളെ കേട്ടിട്ടുണ്ടല്ലോ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന്. അതേപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിശബ്ദമായൊരു വിപ്ലവം. ഒരു സംരംഭകൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സംരംഭം വളർന്ന് വരുന്നതോറും എത്ര പേർക്കാണ് ജോലി കൊടുക്കാൻ സാധിക്കുന്നത്? കഴിഞ്ഞ 30 വർഷമായിട്ട് വസ്ത്രവ്യാപാര വിപണന രംഗത്ത് ശരിക്കും ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ശ്രീ ശങ്കരൻകുട്ടി അവർ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഓരോ ചുവടും അതേ ബിസിനസ് ചെയ്യുന്ന എനിക്കും ഒരു മാതൃകയാണ്. പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തെ കണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോലെയുള്ള ആറ്റിങ്ങൽ നിവാസികൾ കേരളത്തിൽ ഉടനീളം എവിടെ സഞ്ചരിച്ചാലും നമുക്ക് ഒരു അഡ്രസ്സ്, ആറ്റിങ്ങൽക്കാർക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി തന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ബ്രാൻഡുകൾ തുടങ്ങി നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വയംവരമുണ്ട്, ശങ്കരൻകുട്ടി അദ്ദേഹമുണ്ട്, അദ്ദേഹമായിട്ട് ബന്ധപ്പെടാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണഗണങ്ങൾ അനുഭവിച്ചതാണ്, ഞാനത് ഉപയോഗിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ്, ഈ 30 വർഷം പിന്നിട്ട സ്വയംവര ഗ്രൂപ്പിന് എല്ലാവിധ പാവങ്ങളും നേരുന്നു. ശങ്കരൻകുട്ടിയുടെ പ്രസ്ഥാനം ഒരു കാര്യം സത്യമാണ്, വിഷ്ണുഭക്തനും ശങ്കരൻകുട്ടിക്കും മാത്രമേ ഈ മണ്ണിൽ പടർന്ന്, ഈ മണ്ണിൽ വേരൂന്നിക്കൊണ്ട്, ഈ മണ്ണിൽ കൂടെ പടർന്ന് ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശാഖകൾ വിടർത്തി പരക്കാൻ കഴിഞ്ഞ രണ്ട് വ്യക്തികൾ ശ്രീ വിഷ്ണുഭക്തനും ശ്രീ ശങ്കരൻകുട്ടിയും. അപ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം ഞാൻ അവരിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്ത മേഖലയിലുള്ള ആളാണെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു സ്ഥാപനം ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് വളരുക എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സ്ഥാപനം ഉണ്ടാക്കി വളർത്തിക്കൊണ്ടുവരുന്ന വലിയ പാടുള്ള കാര്യമാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും വിജയിച്ച 2 പേരാണ് നമ്മുടെ ഈ വേദിയിലുള്ള ശ്രീ വിഷ്ണുഭക്തനും ശ്രീ ശങ്കരൻകുട്ടി. സ്വയംവര ഗ്രൂപ്പ് അവരുടെ ബിസിനസ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കണക്ക് തന്നെ നമ്മുടെ ആറ്റിങ്ങൽ മണ്ണിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് അതിൻ്റെ വിത്ത് ഭാഗം മുളപ്പിച്ചെടുത്തിരിക്കുകയാണ്. ബിസിനസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സും പൊതുപ്രവർത്തനം കൂടിയായിട്ടുള്ള എനിക്ക് അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള സഞ്ചാരമാണ്. അത് ബിസിനസ് ഒരു 100 പേര് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ രക്ഷപ്പെടുന്നത് 4-5 പേരായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം അതിനിടയിൽ വെച്ച് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഒരു തരത്തിലെ അങ്ങനെ കതച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. സ്വയംവര സിൽക്സിന്റെ ഇത്തവണത്തെ ഓണം ബമ്പർ സമ്മാനമായി സ്വയംവര ഒരുക്കിയിരിക്കുന്നത് മെഴ്സിഡസ് ബെൻസ് ആണ്. കൂടാതെ ഞറുക്കെടുപ്പിൽ സമ്മാനമായി 5 ഇലക്ട്രിക് ബൈക്കുകൾ, 10 LED ടിവികൾ, 30 സോവറിൻ ഗോൾഡ് കോയിൻസ്, 1 ലക്ഷത്തിന്റെ ഗിഫ്റ്റ് വൗച്ചേഴ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രശസ്ത ഗായിക അഖില ആനന്ദ് നയിച്ച മ്യൂസിക്കൽ ഇവന്റ് പരിപാടിക്ക് മാറ്റുകൂട്ടി.
സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. HP News 24/7